എന്നെ ഫോളോ ചെയ്തവന്റെ ഓരോ നീക്കങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ടായിരുന്നത്. അവൻ ബൈക്കിൽ എന്നെ പിന്തുടർന്നു. കെട്ടിടത്തിന് മുകളിൽ നിന്നും തോക്കുന്നം വെച്ചു. പിന്നീട് ആ ഉന്നം ശ്രീലക്ഷ്മിയുടെ നേർക്ക് തിരിഞ്ഞത്. എല്ലാം ഞാൻ കണ്ടിരുന്നു, നേരിട്ട് തന്നെ. മൈ ഗോഡ്, ഐ കാൻറ്റ് ബിലീവ് ദിസ്. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും നീ എന്ത് വിചാരിച്ചിട്ട് ആ റെസ്റ്റോറന്റ് ഇരുന്നത്? ഏത് ധൈര്യത്തിൽ? വിശ്വാസം. ഈ രവിചന്ദ്രവർമ്മന് രാജാറാമിനോടുള്ള വിശ്വാസം. നീ ജീവനോടുള്ള കാലത്തോളം ഈ രവിയും ഉണ്ടാകും എന്നെനിക്കറിയാം. ഞാനിനി വളരാനും അല്ലെങ്കിൽ തളരാനും നീ മാത്രമായിരിക്കും കാരണം. അതാണ് ഞാൻ പറയുന്ന വിശ്വാസം. മനസ്സിലായോ? മനസ്സിലായി. ഈ ശരീരം മണ്ണാകുന്നതുവരെ നീ വീഴില്ല രവി. നിന്നെ വീഴാൻ അനുവദിക്കില്ല ഞാൻ. നിന്റെ ജീവനെടുക്കാൻ ആളെ വിട്ട ആ ഗൗരിദാസിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നിനക്ക് വിശ്വസിക്കാം എന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ 20 വർഷം മുമ്പുള്ള രവിയും രാജാറാമുമായിട്ട് മാറിയാലോ? എന്തു പറയുന്നു നീ? വേണ്ട രവി, വേണ്ട. ആ ഗൗരിദാസിനെ എനിക്ക് വിട്ടേക്ക്. നീ ഇതിൽ ഇടപെടണ്ട. ഈ യുദ്ധം എന്റേതാണ്, എന്റേത് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ അജ്ഞാതവാസം മടുത്തു എനിക്ക്. ഞാൻ ഇനി അവനെ ഭയന്ന് ഒളിവിൽ കഴിഞ്ഞാൽ അവനത് വിജയമായിട്ട് ആഘോഷിക്കൂ. അത് വേണോ? നീ പറ, കേക്കട്ടെ ഞാൻ. അത് പിന്നെ ഒരതും ഇല്ലിനി. നമ്മൾ ഈ അജ്ഞാതവാസം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്ലീസ്. നീയുള്ളപ്പോ ഇനി ഞാൻ ആരെയടാ പേടിക്കേണ്ടത്? നീ എന്റെ ജീവനല്ലടാ, ജീവൻ. അല്ല രാജാവേ, നീ നിന്റെ ശിഷ്യന്മാരെ അയച്ച കൂട്ടത്തിൽ എനിക്ക് അവകാശപ്പെട്ടൊരു മുല്ലച്ചെടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ടേ. ഇനി ആ നിധി കണ്ടില്ല എന്ന് പറഞ്ഞ് ചാകാനൊന്നും നിൽക്കണ്ട. അപ്പൊ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലേ? വാ ഇങ്ങോട്ട്.
ഗായത്രി അമ്മേ, രവിക്കുഞ്ഞു വന്നിട്ടുണ്ട്. വന്നോ? അമ്മേ ഭഗവതി. മോനെ രവി, സുഖമല്ലേ മോനെ നിനക്ക്? സുഖമായിരിക്കുന്നമ്മേ. അമ്മ നിന്റെ വരവും കാത്ത് എത്ര ദിവസമായിട്ട് ഇരിക്കുന്നറിയോ? ഉറക്കം വരാറേ ഇല്ല. രാജാറാം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ഇല്ലേ രാജ? എന്നാലും നീ എന്റെ അടുത്തുള്ളതും വേറെ ഒരിടത്തിരിക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? അതാ ഉറക്കം വരാത്തത്. അറിയാമേ, ദിവസവും അമ്മയെ ഫോൺ ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ പോലും അല്ലായിരുന്നു. ഐ ആം സോറി. ആ, ഒരു തരത്തില് നന്നായി മോനെ. ആ ഗൗരിദാസ് ജയിൽ മോചനായാൽ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അവൻ നിന്നെ ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഹേ ഇല്ലമ്മേ, അവനങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യില്ല. എന്റെ കാര്യത്തിൽ എന്നേക്കാൾ ശ്രദ്ധ ദാ ഇവനാ. ആ, ഇവൻ നോക്കിക്കോളും കാര്യങ്ങൾ. അതിന് ഒരു ചെറിയ സൈന്യം തന്നെ ഇവന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അമ്മ ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ആദ്യം അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. മറ്റു ചിന്തകളൊന്നും തൽക്കാലം ഈ തലക്കുള്ളിൽ പിടിച്ചിട്ടുണ്ട്. മനസ്സിലായോ എന്റെ അമ്മക്കുട്ടിക്ക്? മനസ്സിലായി മോനെ. ഇനി ഒരു ചിന്തയും ഇല്ല എനിക്ക്. ഇന്ന് ഞാൻ സുഖമായിട്ട് ഉറങ്ങും. നീ വന്നല്ലോ. അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. രണ്ടാളും ഭക്ഷണം കഴിച്ചോ അതോ? കഴിച്ചമ്മേ. ദേ ഓൾറെഡി ഒരുപാട് ലേറ്റായി കഴിഞ്ഞു. ഇപ്പൊ തന്നെ അമ്മ പോയി കിടന്നുറങ്ങിക്കോളൂ. ആ സാർ, സാർ ഇത് എവിടെയാ വെക്കേണ്ടത്? ആഹാ, മുല്ലച്ചെടിയോ? ഇതെവിടുന്നാ രവി? ഏതെങ്കിലും ക്ലയന്റ് തന്നതാ? അത് ഈ അമ്മ, അത് ഈ റോസ് ചെടി, അല്ല സോറി മുല്ലച്ചെടി. ഞാൻ ഓ, ഇനി പാതിരാത്രിയിൽ അതൊന്നും ഓർത്ത് നീ പറയാൻ നിൽക്കണ്ട. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം. നിനക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളിൽ ഏറ്റവും സ്പെഷ്യൽ ഇത് തന്നെയാണെന്ന് ഞാൻ പറയും. ഈ മുല്ലച്ചെടി ആര് തന്നാലും ആ ആള് നല്ലൊരു മനസ്സിന്റെ ഉടമ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാ. ഇങ്ങോട്ട് നോക്കോളൂ, ഇത് ഞാൻ അങ്ങോട്ട് വെച്ചോളൂ. അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. ശരി മോനെ, ഗുഡ് നൈറ്റ്. മുല്ലച്ചെടിയിൽ മുട്ട് വരുമ്പോഴേക്കും എന്റെ എക്സാം കഴിയും. അപ്പോഴാണ് സാറെല്ലാം തുറന്ന് സംസാരിക്കുന്നത്, അല്ലേ സർ? ഈ മുല്ലച്ചെടിയിൽ മുട്ടുവന്ന് പൂവായി തീരാൻ പ്രകൃതി തന്നെ കുറേ സമയമെടുക്കും. അപ്പോ അതുപോലെ എനിക്കും വേണ്ടേ കുറച്ച് സമയം. അതുകൊണ്ട് ഞാൻ എല്ലാം പറയും ശ്രീലക്ഷ്മി, എല്ലാം. അതെ, ചെടി എങ്ങനെ പിടിച്ചോണ്ട് നിന്നാ അതിൽ പൂ വിരിയില്ല. അതിന് കൃത്യമായി വെള്ളവും വെളിച്ചവും ഒക്കെ കിട്ടണം. ഇതൊക്കെ അറിയാമോ എന്തോ? അറിയാം രാജാവ് സാറേ, നന്നായിട്ടറിയാം. ഇനി അറിഞ്ഞൂടെങ്കിൽ തന്നെ ഗൂഗിളിൽ നോക്കി പഠിച്ചോളാം. തൽക്കാലം സാറ് പോയി കിടക്കാൻ നോക്ക്. ഇത് എന്റെ ചെടിയാ, നോക്കാൻ കണ്ട മൊട്ടത്തലയന്മാരുടെ ആവശ്യം. സംജ ഉല്ലൂക്കപ്പെട്ട
എന്താ നീ ചെയ്യുന്നേ? ആരാ ഈ നേരത്ത്? വലിയ കമ്പനിയുടെ ഉടമയെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു പൊട്ട ഫോണും പൊട്ട നമ്പറും അല്ലാതെ സ്പെയർ ആയിട്ട് മറ്റൊരു ഫോണോ മറ്റൊരു നമ്പറോ കൊണ്ടു നടക്കില്ല. എങ്കിൽ പിന്നെ ഒന്നിന് നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ മറ്റൊന്നിൽ കിട്ടുമായിരുന്നല്ലോ നമുക്ക്. ശ്രീ, നമ്മൾ ഒരുമിച്ചിരിക്കുന്നത് കമ്പനി സ്റ്റഡിക്കാ. നാളെ നമ്മുടെ എക്സാം. അതിനിടയിൽ നീ ഈ റൊമാൻസിനൊക്കെ പോകുന്നത് ഭയങ്കര ബോറാ. ഏതായാലും എക്സാം കഴിഞ്ഞിട്ട് കാണാന്നല്ലേ രവിവർമ്മൻ സാർ പറഞ്ഞത്. പിന്നെന്താ നിനക്ക് ഇത്ര വെപ്രാളം? ടേക്ക് ഇറ്റ് ഈസി ഡാർലിംഗ്. നീ കിടന്ന് പിടയ്ക്കാതെ. എക്സാം നന്നായി എഴുതാൻ വേണ്ടി സാറിന് വിഷ് ചെയ്തില്ലേ? അതുകൊണ്ട് നീ നോക്കിക്കോ, ഈ എക്സാമിന് 100ന് 100 മാർക്ക് ഞാൻ വാങ്ങിയിരിക്കും. അതുറപ്പാ. ഇങ്ങനെയാണ് നിന്റെ പഠിത്തമെങ്കിൽ 100ല് 0 കിട്ടിയാൽ തന്നെ നിന്റെ ഭാഗ്യം. ഇനി നീ ഇത് തന്നെ തുടരാനാണ് ഭാവമെങ്കിൽ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന ആന്റിയെ വിളിച്ചു പറയാം നീ ഇവിടെ പഠിക്കാതെ ഫോണിൽ കളിക്കുകയാണെന്ന്. അയ്യോ, വേണ്ട 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 വേണ്ട. സുല്ല്, ഞാൻ കീഴടങ്ങി. നീ നിന്റെ കാണാപ്പാടം പഠിച്ചോ. ഞാൻ ഇതിന്റെ കീ പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കട്ടെ. നാളെ പോകുന്ന വഴിക്ക് പിന്നെ ഇത് നോക്കിയാ മതിയല്ലോ. Corporate law deals with the information. മതി, പാതിരാത്രിയായിട്ട് അവന്റെ കളി ഇതുവരെ തീർന്നിട്ടില്ല. അകത്ത് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആദ്യം കൃഷ്ണ വരട്ടെ, പിന്നീട് ഞാൻ പോയി കിടന്ന് ഉറങ്ങിക്കോളാം. പറഞ്ഞ പോലെ ആ പെണ്ണ് ഇതുവരെ മടങ്ങി വന്നില്ലല്ലോ. പഠിക്കാൻ പോണെന്നും പറഞ്ഞ് അയൽവക്കത്ത് പോയിട്ട് പാതിരാത്രിയായി. ഇന്നിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇത്രയും സമയം നീ അവിടെ എന്തെടുക്കായിരുന്നു? സമയം എത്രയെന്നറിയോ? പഠിക്കാനുണ്ടായിരുന്നമ്മേ, പരീക്ഷയല്ലേ. കമ്പനി സ്റ്റഡി നടത്തിയ അത് ഓർമ്മിക്കാൻ എളുപ്പമാ. ഓ, എന്ത് എളുപ്പം. പകല് മുഴുവൻ അവളുടെ അടുത്ത്, ഇനി രാത്രിയും കൂടി അവളുടെ അടുത്ത് പോയിരുന്ന നുണ പറഞ്ഞാലേ പറ്റുള്ളൂ നിനക്ക്. നാളെ പരീക്ഷയായിട്ട് ഇന്ന് ആരെങ്കിലും പോയിരുന്ന നുണ പറയോ അമ്മേ? വെറുതെ വായിൽ തോന്നുന്ന വർത്താനം പറയരുത്. പറയും. വായി തോന്നുന്നതല്ല, കാതിലുള്ള കാര്യം. അല്ലെങ്കിൽ തന്നെ അവളെന്താ വലിയ റാങ്ക് ഹോൾഡർ ആണോ? നീ അവളുടെ അടുത്ത് പോയിരുന്ന് പഠിക്കാൻ. നിനക്ക് ഇവിടെ ഇരുന്ന് പഠിച്ചാൽ എന്താ കുഴപ്പം? അത് പറഞ്ഞാ മതി. ഓ എന്റെ അമ്മേ, ഞാനും ശ്രീയും കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് പഠിക്കുന്നവരല്ലേ, എത്രയോ വർഷങ്ങളായിട്ട്. പിന്നെ ഇപ്പൊ മാത്രം എന്താ കുഴപ്പം? ഇപ്പൊ കുഴപ്പമേ ഉള്ളൂ. അവള് കുട്ടിക്കാലത്ത് നല്ല കൊച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. അവിടെ ആ വീട്ടില് ആരൊക്കെയോ എപ്പോഴും വന്നും പോയി ഇരിക്കുന്നുണ്ട്. നീ ഇപ്പൊ വലിയൊരു പെണ്ണ. അങ്ങനത്തെ വീട്ടിൽ രാത്രിയൊക്കെ പോയിരിക്കുന്നത് നല്ലതല്ല. എന്റെ മോൾക്ക് ചീത്തപ്പേര് കിട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതാണ് കാര്യം. ദേ അമ്മേ, വെറുതെ വായിൽ തോന്നുന്നൊന്നും വിളിച്ചു പറയല്ലേ. അമ്മ എന്തൊക്കെ പറഞ്ഞാലും
അവള് പണ്ടും ഇന്നും എന്റെ ഫ്രണ്ട് തന്നെയാ. അമ്മ പറയുന്ന ഒരു ദോഷവും ഇതുവരെ അവൾ ഉണ്ടാക്കിയിട്ടില്ല. ഹോ, കഷ്ടം തന്നെ. പപ്പി, മോളെ ദുഷിച്ച കൂട്ടുകെട്ടിന് വിടരുതെന്ന് ഞാൻ പല പ്രാവശ്യം നിനക്ക് മുന്നറിയിപ്പ് തന്നതാ. ദാ ഇപ്പൊ കണ്ടില്ലേ അവള് തർക്കുത്തരം പറയുന്നത്. പ്ലീസ് അങ്കിൾ, അങ്കിൾ അവിടെ ഒന്നും മിണ്ടാതിരിക്കോ. ഞാൻ എന്റെ അമ്മയോടാ സംസാരിക്കുന്നെ, അല്ലാതെ ഇവിടെ വിരുന്നിന് കയറി വന്നവരോടല്ല. എന്താടി പറഞ്ഞ? എവിടെ പറയുന്നത് കേട്ടില്ലേ? വിളഞ്ഞ വിത്ത ഈ വീട്ടിൽ വളർന്നു വരുന്നത്. കേറി പൊടിയകത്ത് നിന്ന് തുള്ളാതെ. പോയില്ലെങ്കി പോയില്ലെങ്കി ഇങ്ങനെ കിട്ടും, വീണ്ടും വീണ്ടും. കേറിപ്പോ അകത്ത്. പോകാൻ. കൃഷ്ണേ, കരയല്ലേ, പോട്ടെ, ക്ഷമിച്ചു കളാ. അച്ഛന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. നമ്മുടെ വീട് മാത്രം എന്താ ദീപു ഇങ്ങനെ? അമ്മയും അങ്കിളൊന്നും നമ്മളെ മനസ്സിലാക്കി സംസാരിക്കാറിയില്ല. എപ്പോ നോക്കിയാലും ദേഷ്യം, പരിഹാസവും, നല്ലൊരു വാക്ക് പോലും പറയില്ല. മടുത്തു, എവിടെയെങ്കിലും ഇറങ്ങി പോയാലോ എന്നാ ചിലപ്പോ തോന്നുന്നത്. നീ പോയാ ഞാനും വരും. നീയുള്ളോണ്ടാ ഞാനും ഇവിടെ നിൽക്കുന്നത്. കരയല്ലേ കൃഷ്ണ, നീ കരഞ്ഞാ ഞാനും കരയും. പ്ലീസ് കണ്ണീര് തുടയ്ക്ക്. നോക്ക്, പരീക്ഷയായിട്ട് നീ ഇങ്ങനെ കരഞ്ഞ് ഉറങ്ങാതിരുന്ന ഒന്നിനും ഉത്തരം എഴുതാൻ പറ്റില്ല. എന്റെ അച്ഛനും അവരോടുള്ള പകയാ. നിന്റെ അമ്മയ്ക്ക് അവരുടെ ചേട്ടന്റെ കൂടെ നിന്നേ പറ്റൂ. അതവരെന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നാ മതി. ശ്രീലക്ഷ്മി നമ്മുടെ ഫ്രണ്ടാ. ഇന്നും നാളെയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. തൽക്കാലം നീ ഉറങ്ങിക്കോ. നാളെ നേരത്തെ എഴുന്നേൽക്കാനുള്ളതല്ലേ. പ്ലീസ്. ശരി, ഗുഡ് നൈറ്റ് ദീപു. ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്.